ഹലോ, വെൽക്കം ടു ആഡ് എ പിഞ്ച് ബൈ ഷെയ്ൻ. ഇന്ന് ഞാനൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ ചൗരി വെച്ചിട്ടാണ്, അതായത് ടപ്പിയോക്ക പേൾസ് അല്ലെങ്കിൽ സബുദാന വെച്ചിട്ടാണ്. പുഡിങ്ങിൻ്റെ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഇത് കുക്കറിനകത്താണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തുടങ്ങാം. ഇവിടെ ഞാൻ 1 കപ്പ് നല്ല പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒന്ന് അരച്ചെടുക്കാം. അത് ശരിക്കും ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അരച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് പഴുത്ത പൈനാപ്പിൾ കിട്ടിയില്ലെങ്കിൽ ക്യാൻഡ് പൈനാപ്പിളും യൂസ് ചെയ്യാവുന്നതാണ്. അത് ഓൾറെഡി പൈനാപ്പിൾ സിറപ്പിൽ വരുന്നത് കൊണ്ട് അതിന് കുക്കിംഗ് ടൈമും പുളിയും കുറവായിരിക്കും. നിങ്ങളുടെ കയ്യിൽ സമയമില്ലെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ പുഡിങ്ങിൽ കൂടുതൽ ഫ്ലേവർഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രഷ് പൈനാപ്പിൾ യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ്. ഇവിടെ ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെച്ചേക്കുന്നത് നമ്മൾ പൈനാപ്പിൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് ചെറിയൊരു പൈനാപ്പിൾ പീസസിൻ്റെ ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അരയ്ക്കാതെ തന്നെ വെച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ. ഈ മിക്സി ജാറിലുള്ളത് ഞാൻ ശരിക്കും ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാനിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഈ പൈനാപ്പിൾ മിക്സ് നമുക്ക് ശരിക്കും വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 10 തൊട്ട് 15 മിനിറ്റ് എങ്കിലും വേണ്ടിവരും ഇത് വെന്ത് കിട്ടാൻ. നിങ്ങളുടെ കയ്യിൽ പുളി കൂടിയ പൈനാപ്പിൾ ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ കൂടുതൽ സമയം വേവിക്കേണ്ടി വരും. എന്നാലേ അതിൻ്റെ പുളി ശരിക്കും മാറിക്കിട്ടുകയുള്ളൂ. ഇപ്പോൾ പൈനാപ്പിൾ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചൗരി ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ പാൻ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചൗരി കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇവിടെ 1/2 കപ്പ് സാബുദാന ഞാൻ ശരിക്കും കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വേഗത്തിൽ പല രീതിയിൽ ചൗരി വേവിച്ചെടുക്കാവുന്നതാണ്. അതിൽ ഒരു രീതിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇന്നത്തെ പുഡിങ്ങിൽ എനിക്ക് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. സാബുദാന സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന വെള്ളത്തിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസിലിന് വേവിച്ചെടുക്കാം. ഇവിടെ കുക്കറിൻ്റെ പ്രഷർ നമുക്ക് ഫോഴ്സ്ഫുള്ളി റിലീസ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാബുദാന ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഗ്ലാസ് നിറച്ചും പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. കുക്കറിൽ വേവിച്ചത് കൊണ്ട് ഇതിനകത്ത് ശരിക്കും കട്ടകൾ കാണും. അതുകൊണ്ട് ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പശുവിൻ്റെ പാലാണ്, അല്ലാതെ കോക്കനട്ട് മിൽക്ക് അല്ല. പാലിൻ്റെ അലർജി ഉള്ളവർ കോക്കനട്ട് മിൽക്ക് ആണെങ്കിലും ഇവിടെ പശുപാലിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാം തന്നെ വേറിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് ചൂടാക്കാൻ തുടങ്ങാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നെയ്യുടെ ടേസ്റ്റ് പൈനാപ്പിൾ പുഡിങ്ങിൽ ഓവർ പവർ ചെയ്യത്തില്ല. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന നെയ്യ് ഒരുവിധം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 3.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പം ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ ടേസ്റ്റ് ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കരുത്. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മധുരം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ സാബുദാന പുഡിംഗ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുമ്പം ഒരു പൊടിക്ക് കൂടി നിൽക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ നമുക്ക് ശരിക്കും ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 2 പിഞ്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇനി നമ്മൾ വേവാൻ വെച്ചിരുന്ന പൈനാപ്പിൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഞാൻ പൈനാപ്പിൾ പാരലലി കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പം കുറച്ചും കൂടി വേകാനുണ്ട്.
ഈ പൈനാപ്പിൾ വേവിക്കുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് പൈനാപ്പിൾ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് കുക്കറിനകത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ക്യാൻഡ് പൈനാപ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പാത്രത്തിൽ ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. നിങ്ങൾ ഇങ്ങനെ ഫ്രഷ് പൈനാപ്പിൾ യൂസ് ചെയ്ത് പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് പൈനാപ്പിൾ ശരിക്കും വേകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പാലുമായിട്ട് നിങ്ങൾ പുഡിംഗ് മിക്സ് ചെയ്യുന്ന സമയത്ത് ബിറ്റർ ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാലും പൈനാപ്പിളും കൂടി ഒരുമിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വേവിച്ചെടുക്കരുത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പൈനാപ്പിൾ ശരിക്കും വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. സോറി, ഞാനിവിടെ പഞ്ചസാര ഇടുന്നത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇവിടെ ഞാൻ വേവിച്ചെടുത്ത സബുദാനയും പൈനാപ്പിളും 2 ബോക്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ വേവിച്ചെടുത്തിരുന്ന സബുദാനയും പൈനാപ്പിളും ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ആവശ്യത്തിനനുസരിച്ച് ഫസ്റ്റ് പൈനാപ്പിളിന്റെ മിക്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം സബുദാന ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ പൈനാപ്പിളിന്റെ ടേസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ സബുദാനയുടെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് ഈ കൺസിസ്റ്റൻസിയിലുള്ള പുഡിംഗ് ആണ് ഇഷ്ടം. നിങ്ങൾക്ക് തിക്കായിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എൻ്റെ കറക്റ്റ് ടേസ്റ്റിനുള്ളതായിട്ടുണ്ട്. ഈ മിക്സ് ചെയ്തത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ പൈനാപ്പിൾ പുഡിംഗ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് പൈനാപ്പിളിൻ്റെ മിക്സും ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.